നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത് അബ്സല്യൂട്ട് മാഡ്നസ് ആണ്. ഫിഫയ്ക്കെതിരെ യുവേഫയ്ക്കെതിരെ ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുന്നു ബയേൺ മ്യൂണിക്കിന്റെ ഹോണററി പ്രസിഡന്റ് ആയിട്ടുള്ള യൂലി ഹോയ്നസ്. ഓൾറെഡി പെപ് ഗാർഡിയോളയും മറ്റുമൊക്കെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതിപ്പോൾ ബയേണിന്റെ പ്രസിഡന്റ് കൂടി പറയുന്നു എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അദ്ദേഹം പറയുന്നത് റയൽ മാഡ്രിഡിനും ഞങ്ങളുടെ ഇതേ അഭിപ്രായമാണ് എന്നാണ്. യുവേഫയും ഫിഫയും ഒക്കെ കൂടുതൽ മത്സരങ്ങൾ ആഡ് ചെയ്യുന്നതിനെതിരെയാണ് ഇപ്പോൾ ഇവരൊക്കെ രംഗത്തേക്ക് വരുന്നത്. നമുക്കറിയാം, പെപ്പ് പറഞ്ഞിരുന്നു ഇങ്ങനെ പോയാൽ താരങ്ങൾ മരിക്കുമെന്ന്. ഇതാ ഇപ്പോൾ ബയേണിന്റെ പ്രസിഡന്റും അതേ രൂപത്തിൽ തന്നെ കാര്യങ്ങൾ പറയുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ഇനഫ് ഈസ് ഇനഫ്. ഇനി ഇതുപോലെ മുന്നോട്ട് പോകാൻ പറ്റില്ല. കൂടുതൽ മത്സരങ്ങൾ, കൂടുതൽ കോമ്പറ്റീഷൻസ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്നത് നിർത്തേണ്ട സമയമായിരിക്കുന്നു. ബിഗ് ക്ലബ്ബുകൾ, റയൽ മാഡ്രിഡിനെ പോലുള്ള ക്ലബ്ബുകൾ ഞങ്ങൾ ചിന്തിക്കുന്ന പോലെ തന്നെയാണ് ചിന്തിക്കുന്നത്. അവർക്കും ഇതേ കൺസേൺസ് ഉണ്ട്. ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഫിഫയും യുവേഫയും ഒക്കെ എന്താണ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും അവർ പ്ലാനിങ് നടത്തുന്നത് ഒരു മാഡ്നസ് ആണെന്ന് തന്നെ പറയേണ്ടി വരും. എല്ലാ 3 ദിവസങ്ങളിലും മത്സരം നടക്കുകയാണെങ്കിൽ ഫുട്ബോളിലുള്ള താല്പര്യം തന്നെ നശിച്ചു പോകും എന്നാണ് ഇപ്പോൾ ബയേൺ മ്യൂണിക്കിന്റെ ഹോണററി പ്രസിഡന്റ് പറയുന്നത്. നമുക്കറിയാം, ഫിഫ്രോ ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട് ലീഗൽ ആക്ഷനിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കൂടുതൽ കോമ്പറ്റീഷൻസ് വരുന്നു. ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ രൂപം മാറ്റി അതിൽ കൂടുതൽ കളികൾ വരുന്നു. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് അടുത്ത ജൂൺ ജൂലൈ മാസങ്ങളിൽ നടക്കാൻ പോകുന്നു. അങ്ങനെ കൂടുതൽ മത്സരങ്ങൾ വരുന്നത് ഒട്ടും നന്നാവില്ല കളിക്കാർക്കും അതുപോലെ ഗെയിമിനും എന്നാണ് ഈ പറയുന്നവരൊക്കെ നിലപാടെടുക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുക്കാം.